السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്നിവിടെ നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഹമീദ് എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഹമീദ് എന്ന പേരുള്ളവനാണ്. വിശുദ്ധ ഖുർആനിൽ പലതവണ അള്ളാഹുവിന് ഈ നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. തിരുമൊഴികളിലും അള്ളാഹുവിൻ്റെ ഹമീദ് എന്ന പേര് വന്നിട്ടുണ്ട്. എന്താണ് പ്രസ്തുത നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ വിധികൾ, താൽപ്പര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമീദ് എന്ന് പറയുമ്പോൾ അവൻ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവനാണ്. അള്ളാഹുവിൻ്റെ സത്തയുടെ വിഷയത്തിലും നാമങ്ങളുടെ വിഷയത്തിലും വിശേഷണങ്ങളുടെ വിഷയത്തിലും അതേപോലെ അവൻ്റെ പ്രവൃത്തികളിലും അവൻ സ്തുതിക്കപ്പെടുന്നവനാണ്. ഇഹത്തിലും പരത്തിലും അള്ളാഹുവിനാകുന്നു സ്തുതികൾ അഖിലവും. പടപ്പുകളാൽ സദാ സ്തുതിക്കപ്പെടുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു തന്നെയും അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദ് എന്ന പേര് തനിക്ക് വിശുദ്ധ ഖുർആനിൽ അറിയിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും അൽ ഗനിയുൽ ഹമീദാണ്. അള്ളാഹു അൽ ഗനിയാണ്, അൽ ഹമീദുമാണ്. അൽ ഗനി എന്ന് പറഞ്ഞാൽ ധന്യൻ, പരാശ്രയമുക്തനായ ധന്യൻ. പിന്നെ അള്ളാഹു ഹമീദ്. പല വചനങ്ങളിൽ ഈ ഒരു ക്രമം കാണാൻ സാധിക്കും, അൽ ഗനിയുൽ ഹമീദ്. അതേപോലെ ചില വചനങ്ങളിൽ അൽ അസീസുൽ ഹമീദ്. അള്ളാഹു അൽ അസീസാണ്, പിന്നെ അള്ളാഹു ഹമീദാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, എല്ലാവരുടെ മേലും ആധിപത്യമുള്ള, എന്നാൽ ഒരാൾക്കും കീഴ്പ്പെടുത്താനാകാത്ത അധിപനാണ് അള്ളാഹു അൽ അസീസ്. അതോടൊപ്പം അള്ളാഹു അൽ ഹമീദ്. ഇതേപോലെ അള്ളാഹു
അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു അൽ വലിയുൽ ഹമീദ്, അള്ളാഹു അൽ വലിയാണ്, രക്ഷാധികാരിയാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദാണ്. ഇതേ ശൈലിയിൽ ഹക്കീമുൻ ഹമീദ്, അള്ളാഹു യുക്തിജ്ഞനാണ്, ഹുക്കുമുള്ളവനാണ്, അതോടൊപ്പം അള്ളാഹു ഹമീദുമാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹു അവൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ വാഴ്ത്തപ്പെടുന്നവനാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്. മുഴുവൻ സ്തുതികൾക്കും അർഹൻ അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അധിപനാണ്, രക്ഷാധികാരിയാണ്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അസീസായ മേലാധികാരിയാണ്. അള്ളാഹു ധന്യനാണ്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദുമാണ്. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനും സ്തുതിക്കർഹനുമാണ്. ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ പടപ്പുകളിൽ ധനികന്മാരുണ്ട്, പടപ്പുകളിൽ അധിപന്മാരുണ്ട്, പടപ്പുകളിൽ രക്ഷാധികാരികളുണ്ട്, പടപ്പുകളിൽ ഹിക്മത്തുള്ളവരുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും പടപ്പുകളിൽ പലരും സ്തുതിക്കപ്പെടാറില്ല. അവർ കൈയാളുന്ന വിഷയത്തിൽ അവർ പ്രശംസിക്കപ്പെടാറുമില്ല. കാരണം എന്താ? അധികാരം കൈയാളിയാലും അതേപോലെ സമ്പത്ത് വന്നാലും രക്ഷാധികാരിയായാലും പലരുടെയും വിശിഷ്യ നിറം മാറും, സ്വഭാവം മാറും, അതുവരെ ഉണ്ടായിരുന്ന ഗുണവും മാറും. അതുവരെ പ്രശംസിക്കപ്പെട്ടിരുന്നവർ തന്നെ പിന്നീട് ഇകഴ്ത്തപ്പെടുന്ന, അവർ കൈയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ വിമർശിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുക. അധികാരം ഉണ്ടായി എന്ന് വിചാരിച്ച്, സമ്പത്തുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ചെയ്തികൾ അതിനാൽ അയാൾ പ്രശംസിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. പടപ്പുകളുടെ വിഷയത്തിൽ അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ചവരെ ഒഴിച്ച്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഇമാം മുസ്ലിമും മറ്റൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയതാണ്. അയാൾക്ക് അള്ളാഹു സമ്പത്തും നൽകി, സന്തതികളും നൽകി, ധാരാളം, നല്ല പൈസ ഉണ്ട്, അതേപോലെ സമ്പത്ത് പലതും ഉണ്ട്. പക്ഷേ മരിക്കണ നേരത്ത് മക്കളോട് പറയാണ്, മക്കളെ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തതായിട്ട് ഓർമ്മല്ല, പരലോക കോടതിയിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ എനിക്ക് നല്ല പേടിയുണ്ട്, പടച്ചോൻ എന്നെ എല്ലാം ശിക്ഷിക്കും. അപ്പോൾ അയാൾ മക്കളോട് വസിയത്ത് ചെയ്യണം, എൻ്റെ അനന്തര സ്വത്ത് നിങ്ങൾക്ക് വീതിച്ച് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. മക്കളോട് കരാറ് വാങ്ങണം മരിക്കണതിന് മുമ്പ്. എന്താ ചെയ്യേണ്ടത്? ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചുട്ട് കരിച്ച് ഭസ്മമാക്കിയിട്ട് അത് പറത്തി വിടണം എന്നാണ്. പടച്ചോൻ്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള പേടി, ഉയർത്തെഴുന്നേറ്റാൽ അള്ളാഹു എങ്ങനെ ശിക്ഷിക്കും അത് ഓർത്തിട്ട് അയാൾ ഭയചകിതനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ മരിച്ചപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് പടച്ചോൻ അള്ളാഹുവിന് അയാൾ ഉണ്ടായതിനു ശേഷം പടക്കാൻ പ്രയാസമില്ല. അയാളോട് പറഞ്ഞു കും, ജീവനോടെ എഴുന്നേൽക്കാൻ പറഞ്ഞ് അയാൾ എഴുന്നേറ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പറത്തിവിട്ട ഭസ്മങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹ്ക്കൊരു കഴിവ്, അതൊക്കെ ക്ഷിപ്രസാധ്യമാണ്, ഒരു പ്രയാസമല്ല. എന്നിട്ട് അയാളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അയാൾ എഴുന്നേറ്റ്. എന്തിനാ ഇത് ചെയ്തത് ചോദിച്ച്, എന്തിനാ മക്കളോട് ഇങ്ങനെ വസിയത്ത് ചെയ്ത് ചോദിച്ച്. അപ്പം പറഞ്ഞ്, അള്ളാഹുവേ നിന്നെക്കുറിച്ചുള്ള പേടിയാണ്, നിൻ്റെ ശിക്ഷയിലുള്ള ഭയവും എൻ്റെ തെറ്റുകൾ ഓർത്ത്, കുറ്റങ്ങൾ ഓർത്തിട്ടുള്ള എൻ്റെ പേടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തതാണ്. കാരണം അയാൾ പരലോക നിഷേധിയല്ല, അള്ളാഹുവിലും നിഷേധിയല്ല. പക്ഷേ തൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ കാരണത്താൽ അള്ളാഹു തന്നെ എന്ത് ചെയ്യുമെന്നുള്ള ഭീതിയാണ്, വിവരക്കേടാണ്, അജ്ഞതയാണ്. അതേപോലെ തന്നെ അയാളുടെ തെറ്റുകുറ്റങ്ങളിലുള്ള ആകുലതയാണ് അയാളെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ ഒഴിവ് കഴിവുള്ളവനായതിനാൽ മാപ്പ് കൊടുത്ത്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആസിബിന് വായിൽ വന്ന്, ആസിബിന് വായിൽ വന്നിട്ട് ഒരു പിടി ചാരണ്ട് വാരി, ജീർണിച്ച നുരുമ്പിയ എല്ല് വാരി, എന്നിട്ട് ആ എല്ലിൻ പൊടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഇങ്ങനെ ഊതിയാണ് പറപ്പിച്ച് വിട്ട്. എന്നിട്ട് പറയാണ്, മുഹമ്മദ്, നിൻ്റെ റബ്ബ് ഈ അസ്ഥിപഞ്ജരത്തെ, ധൂളികളെ പുനർജനിപ്പിക്കുമെന്നാണോ നീ പറയുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, നീ മരിച്ചാൽ, നീ അസ്ഥിപഞ്ജരായാൽ, പൊടിയായാൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് നരകത്തിലേക്ക് കൂട്ടുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ്റെ ഒടുവിൽ
വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം എന്ന് തുടങ്ങിയിട്ട് ഈ അൽ-ആസി ഇബ്നു വായിലിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്പത്തുണ്ടായി എന്ന് വിചാരിച്ചിട്ടെല്ലാം ആയിക്കൊള്ളണമെന്നില്ല. ചിലർ സമ്പത്തുണ്ടായാലും അവരിൽ നിന്ന് വരുന്നതായ ചില പ്രവണതകൾ, പ്രവൃത്തികൾ, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അൽ ഗനിയാണ്, അതേസമയം അള്ളാഹു ഹമീദുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വലിയാണ്, രക്ഷാധികാരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണ്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവൻ എത്ര അത്യുഗ്രന! ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ന്യൂനമായത്, കുറവുള്ളതൊന്നും സംഭവിക്കില്ല. എല്ലാം പ്രശംസിക്കപ്പെടുന്നതും വാഴ്ത്തപ്പെടുന്നതുമായത് സംഭവിക്കൂ. അതുകൊണ്ടാണ് അൽ അസീസ് അൽ ഹമീദ് എന്ന് ചേർത്ത് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഹമീദാണ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കപ്പെടുന്നവൻ, പുകഴ്ത്തപ്പെടുന്നവൻ എന്നാണ്. നമ്മൾ മഖാമും മഹ്മൂദ് കേട്ടിട്ടുണ്ട് അല്ലേ? മഖാമും മഹ്മൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു, ഖിയാമുൽ ലൈൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മാതിരിയല്ല, റസൂലുള്ളാഹിക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, മഖാമും മഹ്മൂദിലേക്ക് അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഹമീദ്, ഹംദ്, മഹ്മൂദ് എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ക്രിയാധാതുവിൻ്റെ വ്യുൽപ്പന്നങ്ങളാണ്. മഹ്മൂദായ ഒരു മഖാമിലേക്ക് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പറഞ്ഞാൽ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മഹ്ശറ വൻ സഭയിൽ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തും. എന്താ സ്തുത്യർഹമായ സ്ഥാനം? സ്തുത്യർഹമായ സ്ഥാനം ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഷഫാഅത്തിന് അനുവാദം കൊടുക്കും. ഷഫാഅത്തിന് അനുവാദം കൊടുക്കും. മഹ്ശറ വൻ സഭയിൽ മനുഷ്യകുലം ഒന്നടങ്കം നഫ്സി നഫ്സി, എൻ്റെ നഫ്സ് എൻ്റെ നഫ്സ് എന്നുള്ളതിൽ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ സജീവമാണ്. അമ്പിയാക്കൾ വരെ യൗമ യദ്ഉ ആദമു വ അംബിയ നഫ്സി 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 നഫ്സിയ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൽ ഉമ്മത്തിൻ്റെ വിഷയത്തിലാണ്. എല്ലാ നബിമാരെയും അവിടെ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ ഷഫാഅത്ത്. അതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആഗമനം ഉണ്ടാകണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തണം പടപ്പുകളെ. വിചാരണയില്ലാതെ സൂര്യൻ്റെ ചൂടിന് താഴെ മനുഷ്യകുലം നിൽക്കുമ്പോൾ ആദമിനെ സമീപിക്കുന്ന, നൂഹിനെ സമീപിക്കുന്ന, മൂസ, ഈസ അലൈഹിമുസ്സലാം അവരെയൊക്കെ ആളുകൾ സമീപിച്ച് അള്ളാഹിനോട് ഷഫാഅത്ത് പറയാൻ ആവശ്യപ്പെടും. വിചാരണയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ആവശ്യപ്പെടാൻ മനുഷ്യർ പറയുമ്പോഴൊക്കെ ഓരോ നബിമാരും ഞാൻ അതിനാളല്ല എന്നാണ് പറയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുമ്പോഴാണ് അനലഹ എന്ന് പറയുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിൻ്റെ അനുവാദം നൽകും. എപ്പോൾ? ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹംദുകൾ അള്ളാഹു അറിയിച്ചതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെ പ്രശംസിക്കും. ഫഅഹ്മദു റബ്ബി ബിതഹ്മീദി യുഅല്ലിമുനി, അള്ളാഹു പഠിപ്പിക്കുന്ന ഹംദുകൾ കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനെ വാഴ്ത്തി പുകഴ്ത്തും. ചില റിപ്പോർട്ടുകളിൽ ലം യഹ്മദുഹു ബിഹ അഹദുൻ ഖബ്ലി വലാ യഹ്മദുഹു ബിഹ അഹദുൻ ബഅദി, എൻ്റെ മുമ്പും എൻ്റെ ശേഷവും ഒരാളും അള്ളാഹുവിനെ പ്രശംസിച്ചിട്ടില്ലാത്ത വിധം പ്രശംസയുടെ ഹംദുകളുടെ വചനങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനെ വാഴ്ത്തും പുകഴ്ത്തുമെന്ന്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അനുവാദം കൊടുക്കും. എപ്പോൾ? അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി ദീർഘകാലം തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറ വൻ സഭയിൽ സുജൂദിൽ അള്ളാഹുവിന് ഹംദർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയും, തല ഉയർത്തി ഷഫാഅത്ത് ചോദിച്ചോ, നിങ്ങൾ ചോദിക്കപ്പെടുന്നത് നിങ്ങൾക്ക് നൽകപ്പെടും.
എന്നുള്ളത് പറയും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിയാറുകളെ വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ശുപാർശ നടത്തും. ഈ ഒരു മഖാം, അതാണ് മഖാമും മഹ്മൂദ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാവരും പ്രശംസിക്കും. അതൊരു സ്തുത്യർഹമായ സ്ഥാനമാണ്. ലോകം മുഴുവൻ മൗനം ഭജിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ ആവശ്യപ്പെടുക. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യനാളിൽ കുറേ മഖാമും മഹ്മൂദ് ഉണ്ട്. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, പ്രവാചകരെ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകേണ്ട ആളുകളുണ്ടല്ലോ, അവരെ സ്വർഗത്തിൻ്റെ വലത്തെ ഭാഗത്തുള്ള വാതിലിലൂടെ പ്രവേശിപ്പിച്ചോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അനുവാദമാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഷഫാഅത്തിൽ വലിയൊരു വിഹിതം. എവിടെ? മഹ്ശറിൽ. അത് മഖാം മഹ്മൂദാണ്. അബൂ താലിബിൻ്റെ വിഷയത്തിൽ വരെ അബ്ബാസും കൂട്ടിന് ചോദിക്കുകയാണ്, അബൂ താലിബ് നിങ്ങൾക്ക് വലിയ സേവനങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, അത് അന്ത്യനാളിൽ ഉപകരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂ താലിബ് നരകത്തിൻ്റെ നരകത്തിൻ്റെ ആഴിയിലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ മരിച്ചത് കാരണത്താൽ നരകത്തിൻ്റെ ആഴിയിലായിരുന്നു. എൻ്റെ ഷഫാഅത്ത് ഉപകരിച്ചു. എങ്ങനെ? നരകത്തിൻ്റെ ഒരു ദഹ്മാഹ മിനന്നാർ, നരകത്തിൻ്റെ മുകളിലേക്ക് അബൂ താലിബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി. ചില റിപ്പോർട്ടുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ചെരുപ്പുകൾ അബൂ താലിബിന് നൽകി. ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്. 2 ചെരുപ്പുകൾ നൽകി. പക്ഷേ യഗ്ലി മിൻഹുമാ ഉമ്മു ദിമാഗിഹി, 2 ചെരുപ്പിൽ നരകത്തിലുള്ള അബൂ താലിബിൻ്റെ തലച്ചോറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അബൂ താലിബിൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അനുവാദം നൽകി. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഖാമുൻ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണുവാൻ സാധിക്കും. ഏതായാലും നമ്മൾ മഖാമുൻ മഹ്മൂദ്, അതാണല്ലോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണത്. എപ്പോൾ? ബാങ്കിന് ശേഷം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീലത വബ്അസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. നീ വാഗ്ദാനം ചെയ്ത മഖാമൻ മഹ്മൂദിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവെ നീ നിയോഗിക്കണമേ. നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കൊലി കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. വസീലയും ഫദീലയും സ്വർഗത്തിൻ്റെ മധ്യത്തിൽ, സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിലെ ഒരു സ്ഥാനമാണ്, പദവിയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് യാചിക്കുകയാണ് ബാങ്കൊലികൾക്ക് അപ്പുറം. ഏതായാലും ഇവിടെ മഹ്മൂദ് എന്നുള്ള പ്രയോഗം എന്താണ്? സ്തുതിക്കപ്പെടുന്നത്, വാഴ്ത്തപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം സ്തുതിക്കപ്പെടുന്നവനും അള്ളാഹു വാഴ്ത്തപ്പെടുന്നവനുമാണ്. എങ്ങനെ? അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാനും തൻ്റെ ശേഷക്കാരെ പഠിപ്പിക്കാനും പഠിപ്പിച്ച ഒരു ദുആവചനുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ഇത് ചൊല്ലാൻ പറഞ്ഞ്, ശേഷക്കാരെ പഠിപ്പിക്കാനും പറഞ്ഞു. എന്താ സ്തുതി വചനം? അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ് വൽഹംദുലില്ലാഹി അദദ മാ ഫിസ് സമാവാതി വൽ അർദ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഫിസ് സമാവാതി വൽ അർദ് വൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു വൽഹംദുലില്ലാഹി മിൽഅ മാ അഹ്സാ കിതാബുഹു വൽഹംദുലില്ലാഹി അദദ കുല്ലി ഷൈഇൻ വൽഹംദുലില്ലാഹി മിൽഅ കുല്ലി ഷൈഇൻ. ഇതെന്താ? അള്ളാഹുവിനുള്ള ഹംദ് അർപ്പിക്കലാണ്. അതിൻ്റെ അർത്ഥം സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ പഠിച്ചു ചെല്ലാനും അബൂ ഉമാമ ശേഷക്കാരെ പഠിപ്പിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്താണ്? പഠിപ്പിച്ചതാണ്. അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്, പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണത്തോളം അൽഹംദുലില്ലാഹ്, സ്തുതികളെല്ലാം അള്ളാഹുവിന് മാത്രമാകുന്നു. വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവ എത്ര ഉണ്ടോ അത് നിറയെ
സ്തുതികൾ അള്ളാഹുവിന് മാത്രമാകുന്നു. വൽഹംദുലില്ലാ അദദ മാ ഫിസ് സമാവാത് വൽ അർദ്, ഭൂമിയിലുള്ള ആകാശത്തിലുള്ളവയുടെ എണ്ണം എത്രയാണോ അത്രയും അൽഹംദുലില്ലാ. വൽഹംദുലില്ലാ മിൽഅ മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലുള്ളവ നിറയെ ഭൂമിയിലുള്ളവ നിറയെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്ങലും. വൽഹംദുലില്ലാ അദദ മാ അഹ്സാ കിതാബുഹു, അള്ളാഹുവിൻ്റെ കിതാബ് അത് ഉൾക്കൊണ്ടത് ക്ലിപ്തപ്പെടുത്തിയത് എത്രയാണോ അത്ര എണ്ണം അൽഹംദുലില്ലാ. വൽഹംദുലില്ലാ മിൽഅ മാ അഹ്സാ കിതാബുഹു, അള്ളാഹുവിൻ്റെ കിതാബ് അത് എത്രമാത്രമാണോ നിറക്കപ്പെട്ടത് അത് നിറയെ അൽഹംദുലില്ലാ. ഇതേപോലെ വൽഹംദുലില്ലാ അദദ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും എണ്ണത്തോളം അൽഹംദുലില്ലാ. വൽഹംദുലില്ലാ മിൽഅ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളും നിറയെ അൽഹംദുലില്ലാ. ഇത് പഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശേഷക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇതെന്താണ് അറിയിക്കണത് ഈ വചനങ്ങൾ? അള്ളാഹുവിന് ഹംദ് അർപ്പിക്കുന്നതിൻ്റെ മഹത്വമാണ്. അള്ളാഹുവിന് ഹംദ് അത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം വാഴ്ത്തപ്പെടേണ്ടവനാണ്, പുകഴ്ത്തപ്പെടേണ്ടവനാണ് എന്നതറിയിക്കുന്ന വചനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്തുണ്ട്, അള്ളാഹുവിനെ ഹംദ് അർപ്പിക്കുന്നുണ്ട്. കാരണം എന്താ? അള്ളാഹു ഹമീദാണ്, അവൻ വാഴ്ത്തപ്പെടുന്നവനും വാഴ്ത്തപ്പെടേണ്ടവനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ, വസ്ത്രം ധരിച്ചാൽ പുതുവസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാ ചൊല്ലും, തുമ്മിയാൽ അൽഹംദുലില്ലാ, ഉറക്കമുണർന്നാൽ അൽഹംദുലില്ലാ. ഓരോ ഇതിനും അതിൻ്റെ സീഖകൾ അത് അതിൻ്റെ ആ പൂർണ്ണ രൂപത്തിൽ. ഒരു പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല. ഇങ്ങനെ അൽഹംദുലില്ലാ അതിൻ്റേതായ സീഖകളുണ്ട്, വചനങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അത്അമ വസഖ വസവ്വഗഹു വജഅല ലഹു മഖ്റജ, അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇങ്ങനെ തുടങ്ങി. അതേപോലെ ഉറക്കം ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. ഇങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്കുള്ള ഹംദിനെ നമ്മൾ പ്രഘോഷിക്കണം. അതിന് വലിയ പുണ്യവുമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, 4 കലിമത്തുകൾ. ഉലകം കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 വചനങ്ങളാണ് ഈ 4 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ 20 പുണ്യങ്ങൾ എഴുതപ്പെടും, 20 തെറ്റുകൾ മായ്ക്കപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോഴും 20 പുണ്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും, 20 പാപങ്ങൾ മായ്ക്കപ്പെടും. അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുമ്പോൾ 20 മാറി, പിന്നെ 30ആയി. ഒരാൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുമ്പോൾ 30 പുണ്യങ്ങൾ രേഖപ്പെടുത്തപ്പെടും, 30 തിന്മകൾ അയാളെ തൊട്ട് മായ്ക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്താ അറിയിക്കണത്? അള്ളാഹു ഹംദ് ഉടയവനാണ്. അള്ളാഹുവിൻ്റെ ഹംദ് നമ്മൾ പ്രഘോഷിക്കുന്നത്, പ്രഖ്യാപിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അള്ളാഹു ആകുന്നു എല്ലാവിധ പ്രശംസകൾക്കും വാഴ്ത്തലുകൾക്കും അർഹനായവൻ. അതുകൊണ്ടാണ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, അള്ളാഹ്ക്ക് സർവസ്തുതിയും. മനസ്സിലായില്ലേ? പരലോകത്ത് നാളെ വിചാരണ നടത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വിധി തീർപ്പ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലുണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ളവരെ സ്വർഗാർഹരെ സ്വർഗത്തിലേക്ക്, നരകത്തിലുള്ളവരെ നരകത്തിലേക്ക്, അള്ളാഹുവിൻ്റെ വിധി തീർപ്പ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വഖീല ഇപ്രകാരം പറയപ്പെടുന്നതാണ്, എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇഹത്തിലും പരത്തിലും അള്ളാഹ്ക്കാണ് അൽഹംദുലില്ലാ. വാനങ്ങൾക്കുപരിയിൽ ഭൂമിയിൽ അള്ളാഹുവിന് മാത്രമാകുന്നു അൽഹംദുലില്ലാ സ്തുതികൾ അടങ്കലും സ്തുതികൾ
മുഴുവനും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹമീദ്, അവനെ വാഴ്ത്തണം, അവനെ പുകഴ്ത്തണം. അവനാണ് എല്ലാ സ്തുതികളുടെയും അർഹൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹംദ് ചെല്ലേണ്ട സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മനസ്സിലല്ലേ? ഇപ്പോൾ നിസ്കാര ശേഷം അൽഹംദുലില്ലാ ചെല്ലണം അല്ലേ? 33 പ്രാവശ്യം അൽഹംദുലില്ലാ ചെല്ലണില്ലേ? നിസ്കാരത്തിൽ അൽഹംദുലില്ലാ ചെല്ലണം. അൽഹംദ് ചെല്ലേണ്ട സന്ദർഭങ്ങളിൽ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് ചൊല്ലിയ റബ്ബന വലക്കൽ ഹംദ് എന്ന് തുടങ്ങിയിട്ട് ഹംദ് ഉണ്ട്. ഇതേപോലെ ഹംദിൻ്റെ സന്ദർഭങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലായാലും ഒക്കെ ആ സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണോ അതിൽ ഹംദ് ചെല്ലേണ്ടത് ആ രീതിയിൽ നമ്മൾ അൽഹംദുലില്ലാ ചെല്ലണം. കാരണം അള്ളാഹു നമ്മളുടെ സ്തുതി, നമ്മളുടെ വാഴ്ത്തൽ, നമ്മുടെ ഹംദ് അത് അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ പടപ്പുകൾ ആ ബോധത്തിൽ അള്ളാഹ്ക്ക് ഹംദ് നിർവഹിക്കണം. അള്ളാഹിനെ പോലെ ഹംദ് അർഹിക്കുന്നവർ ഒരാളുമില്ല. അള്ളാഹിനെ പോലെ ഹംദ് അർഹിക്കുന്നവർ ഒരാളുമില്ല. ചിലർ പ്രശംസിച്ചും വാഴ്ത്തിയും അള്ളാഹുവിൻ്റെ ദർജയിലേക്ക് പലരും എത്തിക്കും. അള്ളാഹുവിൻ്റെ ദർജയിലേക്ക് പലരും എത്തിക്കും. അത് വളരെ ഗൗരവമാണ്. അതിലൊരു ഉദാഹരണമാണ് ഇനി ഈ സമയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ പല മുസ്ലിമീങ്ങൾക്കും പലവിധ വീഴ്ചകൾ വന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ ചില വ്യതിയാനങ്ങൾ, വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതിൽ ഹിജ്റയുടെ 362 മുതൽ ഈജിപ്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഉബൈദികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബനു ഉബൈദ് അൽ ഖദ്ദാഹ് എന്ന് പറഞ്ഞിട്ട് ഉബൈദികളുടെ ചരിത്രം. അവരെയാണ് പല ചരിത്രകാരന്മാരും ഫാത്തിമികൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അവരുടെ ഭരണത്തെ ഫാത്തിമി ഭരണകൂടവും എന്ന് ചിലർ തെറ്റായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഫാത്തിമയുമായി ബന്ധമല്ല, അവർക്ക് നബി കുടുംബവുമായി ബന്ധമല്ല. ബനു ഉബൈദ് എന്ന് പറയുന്ന ഉബൈദികൾ അവർ ഇസ്ലാമിക നാടുകളിൽ പൊട്ടിമുളച്ച ഒരുതരം ഇത്തിക്കണ്ണികളാണ്. ഹിജ്റാബ്ദം 297 തുനീഷ്യയിൽ വിത്ത് മുളച്ച് ഹിജ്റാബ്ദം 362 ഈജിപ്തിൽ ഒരു രാഷ്ട്രമായി മാറിയ ഒരു കുടുംബമാണ് ഉബൈദികൾ. അവരാണ് ഫാത്തിമികൾ എന്ന പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധരായി മാറിയത്. നൂറ്റാണ്ടുകൾ അവരുടെ ഭരണം നിലനിന്നിട്ടുണ്ട്. മുആദ് ഇബ്നുൽ മൻസൂർ അൽ ഉബൈദിയിൽ തുടങ്ങി അൽ ആദിദ് അബ്ദുല്ലാ ഇബ്നു യൂസുഫ് എന്ന അവസാനത്തെ ഭരണാധികാരി അതാണ്. ഹിജ്റയുടെ 567 അങ്ങോട്ട് നീണ്ടിട്ടുണ്ട് അവരുടെ ഭരണം. ആദ്യം തിരുത്തേണ്ടത്, ഇവർ ഫാത്തിമികൾ എന്ന് പറയുമ്പോൾ വിചാരിക്കുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമയിലേക്കാണ് ഇവരുടെ ചേർക്കൽ എന്നാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് നബി കുടുംബമായിട്ടൊരു ബന്ധമല്ല. അവർക്ക് അങ്ങനെ ഒരു നിസ്ബ തന്നെ ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ നിഷേധിച്ചിട്ടുണ്ട്. ഇമാം ദഹബിയെ പോലുള്ള, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീറിനെ പോലുള്ള, അതേപോലെ തന്നെ അബൂ ഹാമിദ് അൽ ഗസാലിയെ പോലുള്ള ആളുകൾ, പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ചരിത്രകാരന്മാർ അവർ നബി കുടുംബത്തിൻ്റെ വാക്താക്കളാണെന്ന് ധരിച്ചു വശാകുന്നതിനെ തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫുകളും അവർ അണിനിരത്തിയിട്ടുണ്ട്. നമ്മളുടെ വിഷയം അള്ളാഹുവിൻ്റെ ദറജയിലേക്ക് ഉബൈദികളെ ആളുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ ഉബൈദികളെ ആളുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തുരുത്തുവാനും ഇസ്ലാമിനെ നാമാവശേഷമാക്കുവാനും ശത്രുക്കൾ പടച്ചിട്ട ഒരു ടീമായിരുന്നു ഈ ഉബൈദികൾ. ചരിത്രത്തിൽ അവർ ആ പണി നന്നായി നിർവഹിച്ചു. ശത്രുക്കൾക്ക് മേൽക്കോയ്മ ഇസ്ലാമിക നാടുകളിൽ നൽകി, മുസ്ലിമീങ്ങളെ നിലംപരിശാക്കി, കൊന്നൊടുക്കി. അവർ തങ്ങളുടെ ദൗത്യം ശത്രുവിന് വേണ്ടി നന്നായി കാഴ്ചവെച്ചിട്ടുണ്ട്.
ഇമാം ദഹബി സിയർ ആലാമുൻ നുബലായിൽ ഒരു ഖുത്ബ, ജുമുഅ ഖുത്ബയിൽ അന്നത്തെ അഹ്മദ് ഇബ്നു അബിൽ വലീദ് എന്ന് പറയുന്ന ഒരു ഇമാമിൻ്റെ ഒരു പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ അന്ന് ഈ ഉബൈദുള്ള അൽ മഹ്ദി എന്ന് പറയുന്ന ഉബൈദികളിലെ ആദ്യ ഭരണാധികാരിയെ റബ്ബായും ഇലാഹായിട്ടും വരെ അനുയായികൾ കൊണ്ടെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഉബൈദികൾ ആരാണെന്ന്. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ഖർമതി അൽ കാഫിർ അൽ മഅറൂഫ് ബി ഇബ്നു ഉബൈദില്ല അൽ മുദ്ദഇ അർ റുബൂബിയ്യ ജാഹിദുൽ ലിനിഅമതിക്. അല്ലാഹുവേ, കാഫിറായ ഈ ഖർമത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പിന്നെ രണ്ട് ടീമാണ്, ഒന്ന് ഉബൈദികളും ഒന്ന് ഖർമത്തികളും. രണ്ടിനും ഒരു പേരും എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, കാരണം ചരിത്രത്തിൽ അങ്ങനെയാണ്. കാരണം രണ്ടു കൂട്ടരും ഒരൊറ്റ ആശയത്തിൽ പ്രവർത്തിച്ചവരാണ്. ഇബ്നു ഉബൈദില്ല എന്ന് പറയുന്ന നേതാവ് അൽ മുദ്ദഇ അർ റുബൂബിയ്യ, റുബൂബിയ്യത്ത് വാദിച്ചവനായ നേതാവ്. ജാഹിദുൽ ലിനിഅമതിക, അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചവനാണ്. കാഫിറും ബി റുബൂബിയ്യതിക്, നീ റബ്ബാണെന്നതിനെ നിഷേധിച്ചവനാണ്. താഇനുൻ അലാ റുസുലിക്, നിന്റെ ദൂതന്മാരെ കുത്തിപ്പറഞ്ഞവനാണ്. മുകദ്ദിബും ബി മുഹമ്മദിൻ നബിയിക്, നിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം ആ പ്രവാചകനെ കളവാക്കിയവനാണ്. സാഫികുൽ ലിദ്ദിമ, രക്തം ചിന്തിയവനാണ്. ഫൽഅൻഹു ലഅനൻ വബീല, അതുകൊണ്ട് ഈ വ്യക്തിയെ നീ ശപിക്കണമേ. വഅഖിസ്ഹു ഖിസ്യൻ തവീല, നന്നായി അവനെ അപമാനപ്പെടുത്തണമേ. വഗ്ദുബ് അലൈഹി ബുക്രതൻ വഅസീല, പ്രഭാത പ്രദോഷങ്ങളിൽ അവൻ്റെ മേൽ നിന്റെ കോപം ഇറക്കണമേ എന്ന് ഇമാം അഹ്മദ് ഇബ്നു അബിൽ വലീദ് ദുആ ചെയ്തിട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ജുമാ നിസ്കരിച്ചു എന്നാണ്. ആര്? ബനു ഉബൈദ് അൽ ഖദ്ദാഹ്. ഈ ബനു ഉബൈദികൾ എന്ന് പറയുന്ന, ഫാത്തിമികൾ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരിയെ അയാൾക്കെതിരിലാണ് ഈ പ്രാർത്ഥന. എന്നിട്ടാണ് എന്ത് ചെയ്തത്? നിസ്കരിച്ചത്. ഞാൻ ഉബൈദികൾ അവരുടെ ഭരണാധികാരികൾ ആര് എന്ന് മനസ്സിലാക്കാനാണ് ഈ ചരിത്ര റിപ്പോർട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇമാം ദഹബി പറയാണ്, സാധാരണക്കാർ അവരുടെ ഭരണാധികാരിയെക്കുറിച്ച് പറയൽ യാ വാഹിദ് യാ അഹദ് യാ മുഹീ യാ മുമീത്ത് എന്നാണ്. എന്താ ഭരണാധികാരിയെക്കുറിച്ച് പറയുന്നത്? യാ വാഹിദ് യാ അഹദ്. ആരാ വാഹിദ്, ആരാ അഹദ്? അള്ളാഹു ആണ്. പക്ഷേ അത് ഭരണാധികാരിക്കാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ യാ മുഹീ യാ മുമീത്ത്. അൽ ഹാഫിള് ദഹബി സിയർ അലാമുൻ നുബലായിൽ ഉബൈദികളിലെ ഭരണാധികാരി അൽ ഹാക്കിമിനെ കുറിച്ച് പറയാണ്. ഒരിക്കൽ അയാൾ തൻ്റെ ടീമിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് പറയാണ്, കം ഫി ജരീദതിക്, നിൻ്റെ ജരീദയിൽ പത്രത്തിൽ എത്ര ആളുണ്ട്? അപ്പം അയാൾ പറയാണ് ഈ ഹാക്കിമിനോട്, 16 അൽഫൻ യഅ്തഖിദൂന അന്നകൽ ഇലാഹ്, നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന 16,000 ആളുകളെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഉബൈദികളിലെ ഭരണാധികാരി ചോദിക്കാണ് എത്ര ആളെ രേഖപ്പെടുത്തിയിരിക്കണെന്ന് റിക്കാർഡിൽ. അപ്പം അയാൾ പറഞ്ഞു കൊടുക്കാണ്ട്, നിങ്ങൾ ഇലാഹാണെന്ന് വാദിക്കുന്ന 16,000 ആളുകളെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ 16,000 ആളുകൾ അന്ന് ഈ ഭരണാധികാരി ഇലാഹാണ് എന്ന് വിശ്വസിച്ചിരുന്നു എന്നാണ്. അയാളെ വസ്ഫ് ചെയ്ത് വർണ്ണിച്ചിട്ട് പാടിയത് എന്താണെന്നറിയോ? ഫഹ്കും ഫഅൻതൽ വാഹിദുൽ ഖഹാറു മാ ശിഅത ലാ മാ ശാഅത്തിൽ അഖ്ദാറു എന്നാണ്. ഭരണാധികാരിനോട് പറയാണ്, ഫഹ്കും, നീ വിധിച്ചോ, നീ ഭരിച്ചോ. ഫഅൻതൽ വാഹിദുൽ ഖഹാറു, നീയാണ് അൽ വാഹിദുൽ ഖഹാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖഹാറാണ് വിശദീകരിച്ചത്. ആരാ ഖഹാർ? അൽ ഖഹാർ ആരാ? അള്ളാഹു ആണ്. അൽ വാഹിദുൽ ഖഹാർ എന്ന് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഏകനാണ്, എല്ലാം അതിജയിച്ച് ഭരിക്കുന്നവനാണ് അള്ളാഹു. പക്ഷേ ഇവിടെ ഉബൈദി ഭരണാധികാരിയെയാണ് കവി ഫഅൻതൽ വാഹിദുൽ ഖഹാറു, നീയാണ് അൽ വാഹിദുൽ ഖഹാർ, അതുകൊണ്ട് നീ ഭരിച്ചോ. മാഷിത്, നീ ഉദ്ദേശിച്ചതാണ് ഇവിടെ നടക്കുക. ലാ മാശാഅത്തിൽ അഖ്ദാറു, വിധിയിൽ എന്താണ് നിശ്ചയിച്ചത് അതല്ല ഇവിടെ നടക്കുക. അള്ളാഹുവിൻ്റെ ഖദറിൽ അള്ളാഹു നിശ്ചയിച്ചതല്ല നടക്കുക. പിന്നെയോ, നിങ്ങൾ
ഭരണാധികാരി ഉദ്ദേശിച്ചതാണ് നടക്കുക, അതുകൊണ്ട് നീ ഭരിച്ചോ എന്ന് ഭരണാധികാരിയെ മദ്ഹ് ചെയ്ത് അന്ന് പാടിയതാണ്. നോക്കി, ഇവിടെ മദ്ഹ് കാട് കയറുകയാണ്. അള്ളാഹു അറിയിക്കുന്ന മദ്ഹുകളാണ് ഇവിടെ ആളുകൾക്ക് ജൽപ്പിക്കുന്നത്. തീർന്നില്ല. ഉബൈദുല്ലാ അൽ മഹ്ദി റഖാദ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെന്നിറങ്ങി. അപ്പോൾ ആളുകൾ അയാളെ വർണ്ണിച്ച് പാടുകയാണ്. ഹല്ല ബി റഖാദത അൽ മസീഹു ഹല്ല ബിഹ ആദമുൻ വനൂഹു ഹല്ല ബിഹ അല്ലാഹു ദുൽ ബറായ ഫകുല്ലു ഖൽഖിൻ സിവാഉ റൈഹു. എന്താ? റഖാദയിൽ വന്നിറങ്ങിയത് മസീഹാണ്. റഖാബയിൽ വന്നിറങ്ങിയത് ആദമും നൂഹുമാണ്. റഖാദയിൽ വന്നിറങ്ങിയത് സൃഷ്ടികളുടെ ഉടമയായ അള്ളാഹുവാണ്. ഫകുല്ലു ഖൽഖിൻ സിവാഉ റൈഹു. അള്ളാഹ് ചോദിച്ച് ബാക്കിയുള്ളതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. ഇവിടെ ഉബൈദുല്ലാ അൽ മഹ്ദിനെ കുറിച്ച് പറയുന്നത് റഖാദയിൽ വന്നിറങ്ങിയത് ഈസയാണ്, ആദമാണ്, നൂഹാണ്. അതുതന്നെയാണ് ആര്? ദുൽ ബറായ, സൃഷ്ടികളുടെ ഉടമയായ അള്ളാഹു. അപ്പോൾ അള്ളാഹ് എന്നുള്ള പരിവേഷമായിരുന്നു ഉബൈദികൾ അവരിലെ ചില ഭരണാധികാരികൾക്ക് നൽകിയിരുന്നത്. വിശിഷ്യ ഈ ഉബൈദുല്ലാ അൽ മഹ്ദി എന്ന് പറയുന്നതായ ഭരണാധികാരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമായി, നൂഹായി, ഈസയായി അള്ളാഹു പടപ്പുകളിൽ അവതരിച്ചു വന്നു. അങ്ങനെ ആ അള്ളാഹുവാണ് ഉബൈദുല്ലാ അൽ മഹ്ദി എന്നുള്ള വിശ്വാസം. അതാണ് ഈ കവിതയിൽ. അതായിരുന്നു അന്ന് അവരെന്ത് ചെയ്തിരുന്നത്? വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ നേതാക്കന്മാരെക്കുറിച്ച്, ഉബൈദികളെക്കുറിച്ച്. അവരുടെ ക്രൂരകൃത്യങ്ങളും അതേപോലെ തന്നെ അവരുടെ ക്രൂര വിനോദങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്നു ഖല്ലിഖാൻ വഫിയാത്തുൽ അയാനിൽ പറയാണ്, വദാലിക ലിഅന്നഹും ഇദ്ദഉ ഇൽമൽ മഗീബാത്ത്. അദൃശ്യ ജ്ഞാനം ജൽപ്പിച്ചവരായിരുന്നു ഈ ഉബൈദികൾ. വലഹും ഫീ ദാലിക അഖ്ബാറും മഷ്ഹൂറ. ഉബൈദികൾക്ക് ആ വിഷയത്തിൽ കുറേ പ്രസിദ്ധമായ വാർത്തകളുണ്ട്. അപ്പോൾ അദൃശ്യജ്ഞാനം. ദഹബി പറയാണ്, ഫഫി സനത്ത 396 ഹിജ്റാബ്ദം 396 ഖുതിബ ബിൽ ഹറമൈനി, രണ്ട് ഹറമുകളിലും പ്രസംഗം ഉണ്ടായി. ഖുതുബകൾ, ഹറമുകളിലെ ഖുതുബകൾ. ഹിജ്റാബ്ദം 396 ആർക്ക് വേണ്ടിയ ഖുതുബ? ലി സാഹിബി മിസ്ർ, ഈജിപ്തിലെ സാഹിബ്. അതാരാ? ഈ ഉബൈദുല്ലാ അൽ മഹ്ദിയാണ്. വ ഉമിറ അന്നാസു ഇൻദ ദിക്രിഹി ബിൽ ഖിയാം. ഹാക്കിമിനെ കുറിച്ച്, ഭരണാധികാരിയെ കുറിച്ചിട്ട് ഖുതുബയിൽ ഹറമുകളിൽ പറയുമ്പോൾ ആളുകളൊക്കെ എഴുന്നേറ്റിക്കണം. അള്ളാൻ്റെ പേര് അറിയുമ്പോൾ എഴുന്നേറ്റിക്കാനല്ല, പിന്നെ ഹാക്കിമിൻ്റെ പേര് അറിയുമ്പോൾ ആളുകളൊക്കെ പള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കണം. വഅയ്യസ്തുദു ലഹു, എന്നിട്ട് സുജൂദും ചെയ്യണം. ഇരിക്കണോടത്ത് ഇരുന്ന് സുജൂദ് ചെയ്താൽ പോരാ, പിന്നെ ഹാക്കിമിൻ്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ഒന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അവർ സുജൂദ് ചെയ്യണം. ഇമാം ദഹബി പറയാണ്, ഫ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന്നത്തെ കാലത്തെ പരിതാപകരമായ അവസ്ഥയാണ്. രണ്ട് ഹറമുകളിൽ മിമ്പർ ഖുതുബകളിൽ വിഷയം, ഖുതുബയുടെ വിഷയം തന്നെ ഭരണാധികാരി. എന്നിട്ട് ആ ഖുതുബയിൽ ഭരണാധികാരിൻ്റെ ആ പേര് വരുമ്പോൾ, ഈ ഉബൈദി ഭരണാധികാരിൻ്റെ പേര് വരുമ്പോൾ ആളുകളൊന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് സുജൂദ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഖുതുബ പിന്നെയും കേൾക്കുക, പിന്നെ അയാൾ പേര് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഇത് മാത്രമല്ല, പല ആളുകളും പള്ളിയിൽ വരില്ല, ഖുതുബക്കും വരില്ല, ജുമുഅക്കും വരില്ല, മാർക്കറ്റിലാണ്. അള്ളാഹ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരില്ല, മാർക്കറ്റിൽ അവരവരുടെ വ്യവഹാരങ്ങളിലാണ്. പക്ഷേ മിമ്പറിൽ ഹാക്കിമിൻ്റെ പേര് ഖതീബ് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ സൂക്കിൽ സുജൂദ് അടക്കുമായിരുന്നു എന്നാണ്. സൂക്കിൽ സുജൂദ് നടക്കുമായിരിക്കും ഹാക്കിമിന് വേണ്ടിയിട്ട്. അவ்விധം അവർ ആളുകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ആളുകളെ അടക്കി വാഴുന്ന ഒരു ടീമായിരുന്നു ഉബൈദികൾ എന്ന് പറയുന്ന ടീം. ചരിത്രത്തിൽ കുറേ സംഭവങ്ങൾ അവരുടെ ക്രൂര കൃത്യതയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ സാധിക്കും. നമ്മൾ മുമ്പ് ഇവിടെ അത് വിശദീകരിച്ചൊരു ഭാഗമാണ്, മനസ്സിലാക്കാം. ഖറാമിത്തകൾ എന്ന് പറഞ്ഞ ടീം ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഹിജാസ് ഭരിച്ചിരുന്നത്, ഹിജാസിൻ്റെ ഭാഗങ്ങൾ. അന്ന് ഈ ഉബൈദികളും ഖറാമിത്തകളും കൂടിയിട്ടാണ് കാബം പൊളിച്ചത്, അതിൻ്റെ വാതിൽ പൊളിച്ചത്, ഹജറുൽ അസ്വദ് മോഷ്ടിച്ചത്.
വർഷങ്ങൾ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല, ഹജ്ജ് വരെ ഉണ്ടായിരുന്നില്ല. കാരണം ബഹ്റൈനിൽ, അന്ന് ബഹ്റൈൻ എന്ന് പറഞ്ഞ ഈ ഭാഗങ്ങൾ, അവിടങ്ങളിൽ ഹാജിമാരെ കൂട്ടക്കൊല നടത്തിയ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഹജ്ജ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ദീർഘകാലം 10-22 കൊല്ലം ആ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുന്നു ഈ ടീം. അങ്ങനെ ഒരു ദുരന്തം ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരെക്കുറിച്ച്? ഉബൈദികളെക്കുറിച്ച്. ഇമാം ദഹബി പറയാണ് സിയർ ആലാമുൻ നുബലായിൽ, ഫഫി അയ്യാമിൽ മഹ്ദി ആസത്തിൽ ഖറാമിത്തു ബിൽ ബഹ്റൈൻ വഅഖദുൽ ഹജീജ്. ഈ മഹദിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഖറാമിത്തകൾ എന്ന് പറയുന്ന ടീം ബഹ്റൈനിൽ ഹാജിമാരെ പിടികൂടിയത്. വഖതലു വസബ്ബു, അവർ വധിച്ചു, അവർ ആക്ഷേപിച്ചു. വസ്തബാഹു ഹറം, അല്ലാഹുവിൻ്റെ ഹറമിനെ അവർ രക്തച്ചൊരിച്ചിലിന് അനുവദിച്ചു. വഖലഉൽ ഹജർ അസ്വദ്, ഹജറുൽ അസ്വദ് അവർ പിഴുതെടുത്തു. ആര്? ഈ ഖറാമത്തികൾ. അതിന് വകാന ഉബൈദുല്ലാ യുകാതിബുഹും വയുഹരിദുഹും ഖാതലഹുല്ലാ എന്നാണ്. ഈ ഉബൈദുല്ലാ അൽ മഹദി ഖറാമിത്തുകളെ അതിന് വേണ്ടിയിട്ട് എഴുത്തുകുത്ത് നടത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൽപ്പിക്കുകയും ചെയ്തു. ഇമാം ദഹബി പറയണം ഖാതലഹുല്ലാ, അള്ളാഹു അവനെ നശിപ്പിക്കട്ടെ. ആര്? ഈ ഉബൈദികൾ എന്ന് പറയുന്ന ടീമിൻ്റെ നേതാവിന്, അവരുടെ ഭരണാധികാരിയെ. ചരിത്രത്തിൽ കുറേ സംഭവങ്ങൾ സിയർ ആലാമുൻ നുബലായിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളായ ഈ വിഭാഗം ആളുകൾ സഹാബികളെ ആക്ഷേപിക്കൽ, അത് പള്ളിവാതിലുകളിൽ, സഹാബികൾക്കെതിരെ ശാപവും ആക്ഷേപവും പള്ളിവാതിലുകളിൽ എഴുതിയിരുന്നു എന്നാണ്. പിന്നെ നിരത്തുകളിലൊക്കെ മതിലുകളും ചുമരുകളും ഉണ്ടെങ്കിൽ നമ്മൾ പരസ്യം ചെയ്തൂലേ, അതേപോലെ അന്ന് എഴുതി വച്ചിരുന്നത് സഹാബികളെക്കുറിച്ചുള്ളതായ ആക്ഷേപങ്ങളും ചീത്തയും തെറിയുമായിരുന്നു എന്നുള്ളതാണ്. അന്ന് സർവത്ര വ്യാപകമായിരുന്നു സഹാബത്തിനെ ആക്ഷേപിക്കുക എന്നുള്ളത്, മിമ്പർ ഖുത്തുബകളിൽ വരെ. 2 പണ്ഡിതന്മാരെ ഈ നേതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെ? ഒന്ന് അബു ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൽ ബർദൂനി, മറ്റൊന്ന് അബൂബക്കർ ഇബ്നു ഹുദൈൽ. 2 പണ്ഡിതന്മാരാണ് കാലഘട്ടത്തിൽ ഫുഖഹാക്കളായിട്ടുള്ള വലിയ പണ്ഡിതന്മാർ. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അറിയപ്പെട്ട 2 പണ്ഡിതന്മാരായിരുന്നു. ഒന്ന് അബു ഇസ്ഹാഖ് ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് അൽ ബർദൂനിയും മറ്റൊന്ന് അബൂബക്കർ ഇബ്നുൽ ഹുദൈലും. എന്നിട്ട് ഈ ഉബൈദുല്ലാ അൽ മഹദി ഇരിക്കുക, അവിടേക്കാണ് ഈ 2 പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നത്. അങ്ങനെ ഈ ഉബൈദുള്ള എന്ത് ചെയ്തിരുന്നു? ഒരാളെ പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. എന്തിന്? ഈ പണ്ഡിതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാൻ്റെ റസൂലാണോ എന്ന് ഈ പണ്ഡിതരോട് ചോദിക്കണം, ഓലെ ഉള്ളറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണ്ഡിതന്മാർ ഉബൈദുള്ളയുടെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ ഈ ഉബൈദുള്ളയുടെ ശിങ്കിടിയായ അനുയായി ഈ പണ്ഡിതരോട് ചോദിക്കണം, അതഷ്ഹദ അന്ന ഹാദാ റസൂലുള്ളാഹ്. ഉബൈദുള്ളയെ ചൂണ്ടിയിട്ട് പറയാണ്, ഇയാൾ അള്ളാൻ്റെ റസൂലാണ് എന്നുള്ളത് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അപ്പോൾ ഈ 2 പണ്ഡിതരും പറഞ്ഞു എന്നാണ്, വല്ലാഹി ലൗ ജാഅന ഹാദാ ശംസ് ഹാദാ വശംസു അൻ യമീനിഹി വൽ ഖമറു അൻ യസാരിഹി യഖൂലാനി ഇന്നഹു റസൂലുള്ളാഹ് മാ ഖുൽനാ ദാലിക്. പണ്ഡിതർ പറഞ്ഞത് എന്താണെന്നറിയോ? ഉബൈദുള്ള എന്ന് പറയുന്ന ഉബൈദികളുടെ ഭരണാധികാരിയെ കുറിച്ചിട്ട് അള്ളാൻ്റെ റസൂലാണോ എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ പണ്ഡിതരോട്. അപ്പോൾ ബുർദൂനിയും ഇബ്നുൽ ബുർദൂനിയും അതേപോലെ ഇബ്നുൽ ഹുദൈലും അന്ന് പറഞ്ഞത്, ഈ ഉബൈദുള്ള ഞങ്ങളെ മുന്നിൽ വരികയാണ്, സൂര്യനെ വലത് കൈയിലും ചന്ദ്രനെ ഇടത് കൈയിലും കൊണ്ടുവന്നിട്ട് സൂര്യനും ചന്ദ്രനും ഞങ്ങളോട് പറയാണ് ഇയാൾ അള്ളാൻ്റെ റസൂലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് സാക്ഷ്യം വഹിക്കൂല എന്ന് പറഞ്ഞു. ഈ പണ്ഡിതന്മാർ ഞങ്ങളത് സമ്മതിക്കൂല, സാക്ഷ്യം വഹിക്കൂല എന്ന് പറഞ്ഞു. ആ തരുണത്തിൽ ഉബൈദുള്ള പറഞ്ഞ ഇവർ 2 ആളെ അറക്കാനാണ്. അങ്ങനെ ആ 2 പേരും അറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ ചരിത്രം കൊടുത്തപ്പോൾ ഇവർ ഷഹീദുകളാണ് എന്ന് രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. എങ്ങനെ ഇവർക്ക് രക്തസാക്ഷിത്വം കിട്ടിയത്? ഈ ഉബൈദുള്ള എന്ന് പറയുന്ന ഭരണാധികാരി താൻ അള്ളാൻ്റെ റസൂലാണ് എന്ന് അവർ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അതിൽ അറക്കുകയാണ് ചെയ്തത്. ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഉബൈദികളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ സുന്നത്തുകൾ കെടുത്തി
സുന്നത്തിൽ സ്ഥിരപ്പെട്ട കർമ്മങ്ങളെ കെടുത്തി അഹ്ലു സുന്നത്തിനെ അവർ വധിച്ച് കശാപ്പ് നടത്തി രക്തച്ചൊരിച്ചിൽ സൃഷ്ടിച്ച് ഹറമുകളുടെ പവിത്രത കെടുത്തി. അതുകൊണ്ടാണ് ഇവർ നബി കുടുംബത്തിലേക്ക് തങ്ങളെ ചേർത്തിട്ടുണ്ട്. കാരണം ഫാത്തിമികൾ എന്നാണ് അവർക്ക് പേര്. അന്ന് നബി കുടുംബത്തിലെ മെമ്പർമാരും അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാരും ഖാദിമാരും എല്ലാവരും മക്കയിൽ മീറ്റിംഗ് കൂടി. ഇന്ന് ഇപ്പോൾ ഷിയാക്കൾ എന്ന് പറയുന്ന അവർ അന്ന് അഹ്ലുൽ ബൈത്തിലെ മെമ്പർമാർ അവർ വരെ മീറ്റിംഗ് കൂടി. അഹ്ലുൽ ബൈത്തിലെ മെമ്പർമാർ വരെ മീറ്റിംഗ് കൂടി. അഹ്ലു സുന്നത്തിലെ പണ്ഡിതർ കൂടി, ഖാദിമാരും ഫുഖഹാക്കളും ഉലമാക്കളൊക്കെ മക്കയിൽ മീറ്റിംഗ് കൂടി. എന്നിട്ട് ആ മീറ്റിങ്ങിൽ ഈ ഉബൈദികളെക്കുറിച്ച് പറഞ്ഞത് ഇവർ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അന്നത്തെ അഹ്ലു സുന്നത്തിൻ്റെ വിധിയാണ്, ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇവർ നബി കുടുംബത്തോട് ചേർക്കപ്പെടുന്നത് വ്യാജമാണ്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമാക്കിയ മനുഷ്യരക്തം ചിന്തുന്ന പാപികളും നെറികേടിൻ്റെയും തരവഴിയുടെയും ആളുകളുമാണ് ഈ ഉബൈദികൾ എന്നാണ് അന്നത്തെ മീറ്റിങ്ങിൽ പണ്ഡിത ലോകം ഇവരെക്കുറിച്ച് വിധിച്ചത്. കാരണം ഈ വിഭാഗം ആളുകൾ അവരുടെ വിശ്വാസങ്ങളും അതേപോലെ തന്നെ അവരുടെ അനുഷ്ഠാനങ്ങളും ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. മാസപ്പിറവിക്ക് പെരുന്നാൾ ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? മാസം കാണണം. ഇവർക്ക് അങ്ങനെയല്ല. ഒരു പറയണം എന്നാൽ പെരുന്നാൾ. സിയർ ആലാമുൻ നുബലായിൽ ഞാൻ ഒരു ചരിത്രം വായിച്ചു. അതിലെന്താണെന്നറിയോ? ഒരു പണ്ഡിതനോട് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട് നാളെ പെരുന്നാളാണ്. അപ്പം മാസം കാണുമൊന്നും വേണ്ട പെരുന്നാളിന്. അവനല്ല ഹാക്കിം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ മാസം കാണണ്ടെന്നാണ്. അയാൾ പറഞ്ഞ് നാളെ ഞാനോട്ട് വരൂല്ല, ജനങ്ങൾക്കൊട്ട് നിസ്കരിക്കൂല. കാരണം പെരുന്നാളല്ലാത്ത ദിവസം ആളുകളുടെ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. അങ്ങനെ അദ്ദേഹം വന്നില്ല. പകരം ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? ആളുകളെയും കൂട്ടിയിട്ട് നിസ്കരിച്ച്. കാരണം ആളുകൾക്ക് പേടിയാണ്, ഇവരെന്ത് ചെയ്യും? വന്നിട്ട് കശാപ്പാണ്. പക്ഷേ ഈ ഇമാം അയാൾ ഭരണാധികാരി പറഞ്ഞനുസരിച്ചിട്ട് പെരുന്നാൾ നിസ്കരിക്കാതിരുന്നത് കാരണത്താൽ അദ്ദേഹത്തെ മാർക്കറ്റിൽ കെട്ടിത്തൂക്കി മരിക്കോളം തൂക്കിയിട്ടാണ് ഉണ്ടായത്. ജീവനോട് കൂടി കെട്ടിത്തൂക്കിയിട്ട് അങ്ങനെ അയാൾ അതിൽ കടന്ന് മരിക്കുകയാണ് ചെയ്തത്. ആ ഇമാം എനിക്ക് തോന്നുന്നത് മുഹമ്മദ് ബിൻ അൽ കുൽഖി എന്നതിൻ്റെ ഓർമ്മയിലുള്ളത് ആ പേര്, ആ പണ്ഡിതൻ്റെ പേര്. ഇമാം ഹാഫിദ് ദഹബി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉബൈദികൾ കാണിച്ചതായ നെറികേടുകളുടെ കുറേ ഉദാഹരണങ്ങൾ. ഇമാം മാലിക്കിൻ്റെ മുവത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ കണ്ടതിനാൽ ആ വ്യക്തി പീഡിപ്പിക്കപ്പെട്ടത്, ദുഹ നമസ്കരിച്ചതിൻ്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെട്ടതൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ടീമായിരുന്നു ഉബൈദികൾ. ഞാൻ ഉബൈദികളെക്കുറിച്ചും അവരുടെ തീവ്രമായിട്ടുള്ളതായ ഇത്തരം വിശ്വാസങ്ങളെക്കുറിച്ചും അതേപോലെ ഉബൈദികളിൽപ്പെട്ട ഭരണാധികാരികൾ റബ്ബാണ് ഇലാഹാണ് എന്ന് വാദിക്കുകയും അവർക്ക് ആളുകൾ സുജൂദും അവരിലുള്ള ആളുകളുടെ വിശ്വാസവും ഇതൊക്കെ ചരിത്രത്തിൽ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇതിലൊന്നും പതിരില്ല. ഇസ്ലാമിക ചരിത്രം നേർപക്ഷ വായന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഇഷ്കാലുമില്ല. ഇത് പറയാൻ കാരണം എന്താണ്? ഈ ഉബൈദികൾ അവർ നെറികെട്ടൊരു ടീമായിരുന്നു. അവരുടെ നെറികേട് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാമികമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മൗലൂദുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അൽ മൗലിദുൻ നബവി, പിന്നെ അലിയാരുടെ പേരിൽ മൗലിദ്, ഫാത്തിമയുടെ പേരിൽ മൗലിദ്, ഹസൻ ഹുസൈൻ എന്നിവരുടെ പേരിൽ മൗലിദ്. മൗലിദ് ആഘോഷങ്ങളുടെ തുടക്കം, അതിൻ്റെ തുടക്കക്കാർ ഉബൈദികളാണ്. ഈ ഒരു യാഥാർത്ഥ്യം പലർക്കും പിൽക്കാലക്കാർക്ക് ബോധ്യമല്ല. എന്തിനാണ് മൗലൂദ് ആഘോഷം തുടങ്ങിയത്? അതിൻ്റെ ചരിത്രം 300-ന് ശേഷം കേട്ടല്ലേ. 362-ന് ശേഷമാണ് മൗലൂദ് ആഘോഷത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അതിനു മുമ്പ് മൗലൂദ് ആഘോഷമില്ല. ആരാണ് തുടങ്ങിയത്? ഈജിപ്തിലാണ്. ആര്? ഉബൈദികൾ, ഫാത്തിമികൾ എന്ന് വ്യാജമായി തങ്ങൾക്ക് പേരിട്ട് വിളിച്ച ഉബൈദികൾ. ഈ ടീമാണ് മൗലൂദ് ആഘോഷം തുടങ്ങിയിട്ടുള്ളത്. അത് അവരുടെ ചരിത്രത്തിൽ പ്രാമാണികരായ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അനിഷേധ്യമായ യാഥാർത്ഥ്യം, ചരിത്ര വസ്തുതയാണ്. എന്തിനാണ് ഉബൈദികൾ ഈ മൗലിദുകളെ സാധാരണക്കാർക്ക് മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുത്ത്? ഇവർ
നബി കുടുംബത്തിലെ മെമ്പർമാരല്ല എന്ന് ഇവരെക്കുറിച്ച് പണ്ഡിത ലോകം അന്ന് വിധി എഴുതി. അതിൽ സുന്നി ഷിയ വ്യത്യാസമല്ല, പണ്ഡിതർ അതേപോലെ ഭരണാധികാരി ഖാദിമാർ വ്യത്യാസമല്ല. എല്ലാവരും കൂടിയിട്ടാണ് മക്കയിൽ ഒരു മഹദർ കൂടിയിട്ട് ആ വിധി പ്രഖ്യാപിച്ചത്. നബി കുടുംബമായിട്ട് ഇവർക്ക് ബന്ധമല്ല. പിന്നെ ഇവർ കുഫാറുകളും സിന്ദീഖുകളുമാണ്, അവിശ്വാസികളാണ്, നിർമ്മതവാദികളാണ്, കപടന്മാരാണ്. ഇതൊക്കെയാണ് അന്നത്തെ വിധി, പണ്ഡിത ലോകത്തിൻ്റെ വിധി. പിന്നെ ഇവർ അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കിയവർ, ഹലാലാക്കിയത് ഹറാമാക്കിയവർ, ഹറമുകളുടെ പവിത്രത കെടുത്തിയവർ, മനുഷ്യരക്തം ചിന്തുന്നവർ, ഇതൊക്കെയാണ് അവരെക്കുറിച്ചുള്ളതായ അന്നത്തെ പണ്ഡിത ലോകത്തിൻ്റെ വിധി. ഈ വിധിക്ക് മുമ്പിൽ ഇവർക്ക് പിടിച്ചിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? സാധാരണക്കാരെ വശത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ പരിപാടികൾ അവർ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഈ മൗലൂദ് ആഘോഷങ്ങൾ അവർ പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് ഇവർ നബി കുടുംബവുമായിട്ട് ബന്ധമുള്ളവരാണ്, അതേപോലെ തന്നെ നബി കുടുംബത്തോട് ഇമ്പമുള്ളവരാണ്, ഈ തുടങ്ങിയ ഒരു വികാരം വളർത്താൻ അവർക്ക് സാധിച്ചു. മൗലിദ് നബവി തുടങ്ങിയ ചരിത്രം വായിച്ചു നോക്കി, അലിയാരുടെ പേരിൽ മൗലിദ് തുടങ്ങിയ ചരിത്രം വായിച്ചു നോക്കി, ഫാത്തിമയുടെ പേരിൽ മൗലിദ് തുടങ്ങിയത്, ഹസൻ ഹുസൈൻ ഇവരുടെ ഒക്കെ പേരിൽ മൗലിദ് തുടങ്ങിയ ചരിത്രം നോക്കി. അത് ചെന്നെത്തുന്നത് ഉബൈദികളിലാണ്. അതിന് മുമ്പ് മൗലിദുകളില്ല. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അവർക്ക് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ രാവേദ, രാവിൽ വെച്ച് ഏറ്റവും അഫ്ദലായത് തിരുനബി ഭൂജാതനായ രാവു തന്നെ സാഹിബി, അതിൽ പിന്നെ ലൈലത്തുൽ ഖദറിനും പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്ന, ഇതാണ് ആര് പറഞ്ഞത്? തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞത്. രാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഉത്തമമായ രാവാണ് ലൈലത്തുൽ ഖദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച രാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശം പോലുമില്ല. എന്നിട്ട് ആ ദിനം ആഘോഷത്തിൻ്റെ ദിവസമാക്കിയിട്ട് മുസ്ലിം സമൂഹത്തിന് നൽകിയതാരാ? മുസ്ലിം സമൂഹത്തിന് നൽകിയത് ഈ ഉബൈദികളാണ്. അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനം മുസ്ലിമീങ്ങൾക്ക് ആഘോഷത്തിൻ്റെ ദിവസമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനം അഭിപ്രായ വ്യത്യാസത്തിലാണെങ്കിലും മുസ്ലിമീങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത, ഈ ശത്രുക്കൾ തിരഞ്ഞെടുത്ത് കൊടുത്ത ദിവസം അത് റസൂലുള്ളാഹി വഫാത്തായ ദിവസമാണ്. അതുകൂടി മനുഷ്യന്മാരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ബുദ്ധിയിൽ അളക്കുന്നില്ല എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. ഹിജ്റാബ്ദം റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിലും മടിയിലും തലവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അന്നത്തെ രംഗെന്താ? മദീനയിലെ ഒരു കണ്ണും കരയാത്തതായിട്ടില്ല. വീടുകൾ സന്തോഷത്തിലല്ല, സന്താപത്തിലാണ്. ഫാത്തിമ കരഞ്ഞ ദിവസം, അനസ് കരഞ്ഞ ദിവസം, സഹാബത്ത് എല്ലാവരും വിതുമ്പിയ ദിവസം, മദീനയിലെ അടുപ്പിൽ തീപ്പുകയാത്ത, വീടുകളിൽ വിളക്ക് കത്താത്ത ദിവസം, അതാണ് റബീഉൽ അവ്വൽ 12. ആ ഒരു ചരിത്രമാണ് മുസ്ലിമീങ്ങൾക്ക് അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ ഇസ്ലാമിക ശത്രുക്കൾ ആ ദിവസം തന്നെ മുസ്ലിമീങ്ങൾക്ക് കൊട്ടിപ്പാടാനും ആഹ്ലാദിക്കാനുള്ള ദിവസമാക്കി ഇട്ടുകൊടുത്ത്. മുസ്ലിമീങ്ങൾ കേട്ടത് പകുതി കേൾക്കാ പകുതി ആ ആഘോഷത്തെ ഇന്നും കൊണ്ടാടുകയാണ്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ചരിത്രം, അന്നത്തെ മദീനയിൽ നടന്ന സംഭവ വികാസങ്ങൾ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ, അറയിൽ, റൂമിൽ റസൂലുള്ളാഹി വഫാത്തായതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ വിഷയങ്ങൾ, അത് മുസ്ലിമീങ്ങൾ ഒരു തവണ വായിച്ച് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെയും ആ ദിവസം കൊട്ടിപ്പാടാനും ആഘോഷിക്കാനും കിട്ടൂല. കാരണം അങ്ങനെയാണ് തിരുവിയോഗം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാട് ഈ ദുനിയാവിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു ചരിത്രമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് റബീഉൽ അവ്വൽ 12-മായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് വന്ന ഈ അവിശ്വാസികൾ, നിരീശ്വര നിർമ്മതവാദികൾ, ഈ കുഫറിൻ്റെ വാക്താക്കളായ ഉബൈദികൾ ആ ദിവസത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ട് മുസ്ലിമീങ്ങൾ പിൽക്കാലക്കാർക്ക് നൽകി. എന്തിന്? അവരാഘോഷിക്കാൻ. തിരുവിയോഗം നടന്ന ഒരു ചരിത്രമേ പല മുസ്ലിമീങ്ങൾക്കും അറിയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൻ്റെ പേരിലുള്ള ആഘോഷ തിമിർപ്പുകളാണ്. അതെങ്ങനെയാണ് ആഘോഷിക്കുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയുമായി ഒക്കാത്ത, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവങ്ങൾക്കും അദബുകൾക്കും നിരക്കാത്ത വിധം ഇന്ന് പല മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യാണ്? ആഘോഷിക്കുകയാണ്. അത് ഇത്രേ ആകാവൂ, ഇങ്ങനെ ആകാൻ പാടില്ല എന്ന് പറയാൻ പണ്ഡിതന്മാർ കഴിയണില്ല. കാരണം ഇത് അസിലിൽ തന്നെ ഇല്ലാത്തതാണ്, ശത്രു ഉണ്ടാക്കിയതാണ്. പിന്നെ എത്ര ആകണം, എങ്ങനെ ആകണം എന്നുള്ളതിന് ആരാ അതിർവരമ്പ് വെക്കുക? പെരുന്നാളാഘോഷം, അതിൻ്റെ അദബുകൾ, ഹുക്കുമുകൾ നമുക്ക് അറിയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ആഘോഷ ദിവസമാണ്. എങ്ങനെ ആഘോഷം, അതിൽ കർമ്മങ്ങൾ എന്ത് നമുക്കറിയാം, അവിടെ നിൽക്കാം. പക്ഷേ നബിദിനം എന്ന പേരിൽ ആഘോഷിക്കുമ്പോൾ അതിലെന്ത്, എങ്ങനെ ആഘോഷിക്കുക, അതിനെന്താ അതിർവരമ്പ്? കാരണം തിരിച്ചറിയയില്ലാത്ത സാധനം ഒരു വിഷയമാണത്. മാത്രമല്ല അതിനെ ചര്യയാക്കിയിട്ട് മുസ്ലിമീങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാരാ? അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഉബൈദികളെന്ന അവിശ്വാസികളാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ വികാരങ്ങളെ മാറ്റിവെച്ച്, കക്ഷിത്വവും ഗ്രൂപ്പിസവും മാറ്റിവെച്ച് യഥാവിധം ഈ വിഷയം ആലോചിക്കുന്നവർ, ചിന്തിക്കുന്നവരാകണം. ഇസ്ലാമിക ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. ഉബൈദികളുടെ ചരിത്രം രേഖപ്പെടുത്തിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികരായ ചരിത്രകാരന്മാർ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം ശംസുദ്ദീൻ അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നുൽ ജൗസി, അതേപോലെ ഇങ്ങോട്ട് ചരിത്രം എഴുതിയിട്ടുള്ള ചരിത്രകാരന്മാർ, അവരെല്ലാവരും സലഫികളും വഹാബികളും എല്ലാ ചരിത്രകാരന്മാരും. പക്ഷെ ഉബൈദികളുടെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാരെല്ലാവരും അവരെ ഇത് ചരിത്രം എടുത്ത് വായിച്ചു നോക്കി. അവരെക്കുറിച്ച് അവർ നടപ്പിലാക്കിയതായ ഈ ആഘോഷ പരിപാടികൾ അതെന്തിനായിരുന്നു? അതിൻ്റെ രീതിയും മട്ടും എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെല്ലാവരും സ്നേഹിക്കണം. നമ്മുടെ ആദർശമാണ്, ദീനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വെക്കാത്തവന് ഇസ്ലാമിൽ തെരുമ്പ് സ്ഥാനമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പടപ്പുകളുമായിട്ടുള്ള സ്നേഹത്തിൽ ഒന്നാമത്തെ സ്നേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മുഴു ലോകത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം ഒരാൾക്ക് ഏറ്റവും പിരിശപ്പെട്ടവൻ, ഇഷ്ടപ്പെട്ടവൻ, സ്നേഹമുള്ളവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഒരാൾക്ക് മുഅ്മിനാകാൻ സാധിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ സ്നേഹിക്കണം? അത് വർഷത്തിലൊരിക്കൽ മുസ്ലിമീങ്ങളൊന്നായിട്ട് പ്രകടനം നടത്തല. അങ്ങനെ ഒരു മഹബത്തിൻ്റെ രീതി എവിടെ നിന്നാണ് മാതൃകയിൽ നമുക്ക് തെളിയുന്നത്? ഇവിടെ സഹാബത്തിൻ്റെ ചരിത്രമല്ലേ, താബിഈങ്ങളുടെ ചരിത്രമല്ലേ, താബിഈങ്ങളുടെ ചരിത്രമല്ലേ, 4 മദ്ഹബിൻ്റെ ഇമാമുമാരുടെ ചരിത്രമല്ലേ. 4 മദ്ഹബിൻ്റെ ഇമാമുമാർ: അബു ഹനീഫത്തുൻ നുഅ്മാൻ 86 ജനിച്ച് 150 മരിച്ച്. മാലിക് ബിൻ അനസ് അൽ അസ്ബഹി 93 ജനിച്ച് 170 അദ്ദേഹം മരണപ്പെട്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150 ജനിച്ച് 204 മരിച്ച്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി 241 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതായാലും ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. 4 മദ്ഹബിൻ്റെ ഇമാംമാർ, അവർക്കൊക്കെ ഈ നബിദിനാഘോഷം, ജന്മദിനാഘോഷം എന്ന പരിപാടി അവർ കേട്ടിട്ടില്ല. അവരുടെ ചരിത്രം ഉണ്ടല്ലോ, തബഖാത്തുകളുണ്ട്. തബഖാത്തു ഷാഫിഇയ്യ, അതേപോലെ തബഖാത്തുൽ ഹനാബില, തബഖാത്തുൽ ഹനഫിയ, അതേപോലെ തബഖാത്തുൽ മാലിക്കിയ. അതിൽ മദ്ഹബിൽ വിരചിതരായ പണ്ഡിതന്മാരുടെ ചരിത്രം കൂടി രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത് മദ്ഹബിൻ്റെ ഇമാംമാർ തന്നെയാണ്. അത്തരം ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ, അവരൊക്കെ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? ഈ 4 മദ്ഹബിൻ്റെ ഇമാംമാർ അവരൊക്കെ ജന്മദിനാഘോഷത്തിൽ ഒക്കെ അവരും ആ നാളുകളിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. അന്ന് അവരൊക്കെ ചൊല്ലിയിരുന്ന മൗലിദ് ഏത് മൗലിദാണ് അവർ ചൊല്ലിയിരുന്നത്? കാരണം ഇതറിയാനും നമ്മളൊക്കെ ബാധ്യതപ്പെട്ടവരല്ലേ. കാരണം അവരല്ലേ മാതൃകാ യോഗ്യരായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള മഹത്തുക്കൾ. അതുകൊണ്ട് ഈ വിഷയത്തിൽ
നമുക്കൊക്കെ ഒരു ആലോചനയും ചിന്തയും ഉണ്ടാകണം എന്നാണ് ഇവിടെ വസീയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹമീദാണ്. ഹമീദായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സകലവിധ സ്തുതികൾക്കും ഏറ്റവും നല്ല സ്തുതികൾക്കും അർഹനും യോഗ്യനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ അൽ ഹമീദ് എന്ന പേര് പറഞ്ഞപ്പോൾ നമ്മൾ അനുബന്ധമായിട്ട് ഏതാനും കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഉണർത്തി എന്ന് മാത്രം. ഈ ഒരു ചരിത്രം നിങ്ങളുടെ മനസ്സിൽ തികട്ടി വരാൻ ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിൽ ഒരു നാമം ഇൻഷാ അല്ലാഹ് നമ്മളുടെ അടുത്ത ആഴ്ചയിൽ ഇവിടുത്തെ വിഷയമാണ്. അള്ളാഹുവിനുള്ള ഹംദ് അതിൻ്റെ സ്ഥാനങ്ങളിൽ സന്ദർഭങ്ങളിൽ വിശിഷ്യ നമ്മളത് പഠിച്ച് പ്രാവർത്തികമാക്കേണ്ടവരാണ്. അള്ളാഹുവിന് ഹംദ് അർപ്പിക്കേണ്ട പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചാൽ, അതേപോലെ തന്നെ വസ്ത്രം ഉടുത്താൽ, അതേപോലെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ, നമസ്കാരത്തിൽ, നമസ്കാര ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ് ഒക്കെ നമ്മൾ ഹംദ് പഠിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആ സന്ദർഭങ്ങളും അതേപോലെ തന്നെ അതിലെ ഹംദിൻ്റെ വചനങ്ങളും പഠിച്ച് നമ്മൾ അള്ളാഹുവിനെ സ്തുതികൾ അർപ്പിക്കുക. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ തംലഉൽ മീസാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, നന്മകൾ കനം തൂങ്ങുന്ന, നന്മകളെ തൂക്കി കണക്കാക്കുന്ന മീസാനിൽ അൽഹംദുലില്ലാ നിറഞ്ഞു തൂങ്ങും എന്നാണ്. അൽഹംദുലില്ലാ എന്ന് ചൊല്ലുക, എത്ര ടൈം വേണം, അതിന് എത്ര അധ്വാനം വേണം. പക്ഷേ അതിൻ്റെ പുണ്യം നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്നൊരാൾ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ് എന്നാണ്. ആകാശഭൂമികൾക്കിടയിൽ ഒരാൾക്ക് പ്രതിഫലവും പുണ്യവും അത് നടക്കുന്നതാണ്. എന്താ ചൊല്ലേണ്ടുള്ളൂ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ. അതേപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. ഇതൊക്കെ നോക്കൂ നിങ്ങൾ, ഏറെ പോരിശയാക്കപ്പെട്ട ദിക്റിൻ്റെ വചനങ്ങളാണ്. ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും. അയാൾക്ക് സാക്ഷിയാണ്. അയാൾക്ക് അവിടെ പോയാൽ തൻ്റെ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി ചൊല്ലിയത് ഇങ്ങനെ സ്വർഗാനുഗ്രഹമായിട്ട് കാണാം. അതേപോലെ ഒരാൾ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഹുത്തത് ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകൾക്ക് തുല്യമാണ് അയാളുടെ തെറ്റുകുറ്റങ്ങളെങ്കിലും അത് പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതേപോലെ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അത് കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, നാവിന് പറയാൻ വളരെ പ്രയാസരഹിതമായ, എളുപ്പമുള്ള, എന്നാൽ മീസാൻ, പുണ്യങ്ങളുടെ മീസാനിൽ ഭാരിച്ച് കനം തൂകുന്ന 2 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അപ്പോൾ അള്ളാഹുവിനുള്ള ഹംദുകൾ അത് നമ്മൾ പഠിപ്പിക്കപ്പെട്ട വിധം, വിശിഷ്യ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാവർത്തികമാക്കണം എന്നാണ് ഉണർത്താനുള്ളത്. അള്ളാഹുവിൻ്റെ അൽ ഹമീദ് എന്ന പേര് നമ്മൾ പഠിക്കുമ്പോൾ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു മജ്ലിസ് അള്ളാഹു ഉപരി ലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു മജ്ലിസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها، اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.